ഇതുപോലെയുള്ള ക്രിസ്തുവിനെ മാറ്റിയിട്ട് അവിടെ മനഃശാസ്ത്രവും അവിടെ സാങ്കേതിക ശാസ്ത്രവും ഒക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, എന്നിട്ട് അനോയിൻറ്റഡ് ആയിട്ടുള്ള പേഴ്സൺസ് പോലും ക്രിസ്തുവിനെ കൊടുക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ളവർ പോലും മറ്റ് ക്രിസ്തുവിനെ കൊടുക്കുന്നതിന് പകരം അവർ ക്രിസ്തുവിനെ കൊടുക്കാൻ അറിയാൻ പാടില്ലാത്തതെന്ന് ഞാൻ പറയും. ആ ജെറമിയ 2:13 വായിച്ചേ. ജെറമിയ 2:13. ജെറമിയ 2:13. എന്തെന്നാൽ എന്റെ ജനം രണ്ട് തിന്മകൾ പ്രവർത്തിച്ചു. ജീവജലത്തിന്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു. ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് വേറൊരു സൊല്യൂഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ബൈബിൾ അതിനെ അപ്പം തന്നെ ബ്ലോക്ക് ചെയ്യും. എന്താ കാര്യം? അത് വേസ്റ്റ് ഓഫ് ടൈമാണ്. അതാണ് എൻ്റെ ജനം 2 തെറ്റ് ചെയ്തു. എന്താ? ഒന്നെന്താണ്? അവോയ്ഡ് ജീസസ്. ജീവൻ്റെ ഉറവയായി എന്നെ അവർ ഉപേക്ഷിച്ചു മാത്രമല്ല, പിന്നെ എന്ത് ചെയ്ത്? ജലം സൂക്ഷിക്കാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കൃപ സൂക്ഷിക്കാൻ പറ്റാത്ത, അതാണ് വിഷയം. ജലം സൂക്ഷിക്കാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജലമെന്ന ബൈബിൾ എന്താണ്? കൃപയാണ്. കൃപ സൂക്ഷിക്കാൻ പറ്റാത്ത എന്ത് ചെയ്ത്? പൊട്ടക്കിണറുകൾ കുഴിച്ചു. എന്ത് ചെയ്ത്? അതായത് നല്ലൊരു എനർജി നഷ്ടപ്പെട്ടു. ജനം എന്ത് ചെയ്തു? ഇപ്പം ജോബിനോട് തന്നെ ഇതുപോലെയുള്ള ആശ്വാസക്കാരൊക്കെ ജോബിൻ്റെ അടുത്ത് ചെല്ലും. ജോബിൻ്റെ സങ്കടകാലങ്ങളിൽ ഒരു ആശ്വാസവും ഒരു സാങ്കേതിക ജ്ഞാനവും ഒന്നും ക്രിസ്തുവിന് പകരം വേറെ ഒന്നും പറ്റത്തില്ല. ജോബ് എന്താ പറയണമെന്ന് ജോബിൻ്റെ പുസ്തകത്തിലുണ്ട്. ജോബിൻ്റെ സങ്കടകാലത്ത് ആശ്വാസം കൊണ്ട് ചെന്നവർക്ക് ജോബ് എന്താ ആശ്വാസം, എങ്ങനെയാണ് ജോബിനെ അനുഭവിച്ചതെന്ന് ജോബ് പറയുന്നുണ്ട്. 16 ജോബ് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ജോബ് 16:1-2 തിരുവചനങ്ങൾ. ജോബ് 16:1-2 തിരുവചനങ്ങൾ. ജോബ് പറഞ്ഞു. നിങ്ങൾക്ക് ജോബിനെ അറിയാമല്ലോ അല്ലേ? ചെറുക്കറിയത്തില്ല. എന്നുവെച്ചാൽ ജോബെന്ന് പറയുന്നത് പഴയ നിയമത്തിലെ ഒരു താപസനായ ഒരു സുവിശേഷം ജീവിക്കുന്ന ഒരാളാണ്. ദൈവദൃഷ്ടിയിൽ നീതിമാനായ ഒരു മനുഷ്യനായിരുന്നു. അപ്പം സാത്താൻ ഒരിക്കൽ ജോബിനെ കണ്ടിട്ട് സ്വർഗത്തിൽ ചെന്നു. അപ്പോൾ ദൈവത്തിന് പോലും ജോബ് അഭിമാനിയായിരുന്നു. ജോബിനെപ്പോലൊരു മനുഷ്യൻ സുവിശേഷവിഹിതമാണ് ജീവിക്കുന്നത് കണ്ടപ്പോൾ ദൈവത്തിൻ്റെ ഈ അഭിമാനമായതുകൊണ്ട് ജോബിനോട് സാത്താൻ ചോദിച്ചു, ദൈവം ചോദിച്ചു, നീ ഭൂമിയിൽ പോയിരുന്നല്ലേ? എന്നിട്ട് പോയിരുന്നു. അപ്പം എൻ്റെ ദാസനായ ജോബിനെ നീ കണ്ടോന്ന് ചോദിച്ചു. കാരണം ദൈവത്തിൻ്റെ ഒരു അഭിമാനമാണ് അവൻ. അപ്പോഴേ സാത്താൻ പറഞ്ഞു, ഞാൻ കണ്ടു, നീ അവന് ചുറ്റും വേലി കെട്ടി വെച്ചിരിക്കുകയല്ലേ, അവൻ്റെ സമ്പത്തിന് ചുറ്റും നീ വേലി കെട്ടി വെച്ചിരിക്കണതല്ലേ, അവനൊന്ന് തൊട്ട് നോക്കുക, ആ വേലിയൊന്നും എടുക്കാൻ എന്നോട് പറ, അവൻ നിന്നെ തള്ളിപ്പറയുമെന്ന് സാത്താൻ ദൈവത്തോട് പറയും. അപ്പോൾ ദൈവം പറയും, ശരി, ഞാൻ അവൻ്റെ സമ്പത്തിൻ്റെ വേലി മാറ്റാൻ വേണ്ടി നിനക്ക് അനുവാദം തന്നെന്ന് പറയും. എന്നാലും അവൻ എന്നെ തള്ളിപ്പറയത്തില്ലെന്ന് ദൈവം പറയും. അപ്പോൾ സാത്താൻ പറയും, വാ നമുക്ക് നോക്കാമെന്ന് പറയും. ദൈവം അനുവാദം കൊടുത്തോടുകൂടി എൻ്റെ അമ്മയും എൻ്റെ മക്കളെല്ലാം ഇടിവിട്ട് മരിച്ച്, കന്നുകാലികളും മരിച്ചു, ഭൃത്യന്മാർ മരിച്ചു, അവന് കുഷ്ഠമായി, രാത്രിയും പോലും ഉറക്കമില്ലാതെയായി. അപ്പോൾ വല്ലാത്തൊരവസ്ഥയാണ് ജോബ് പോണത്. അപ്പോഴീ ആശ്വാസക്കാർ വരും. അതായത് ഒരു ടൈമിന് ഒരു ആശ്വാസവും നമ്മളെ ഏക്കത്തില്ല. നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഈ ടൈമെന്ന് പറയുന്നത് ക്രിസ്തുവിനെ നമ്മൾ ആർജിക്കാൻ വേണ്ടിയുള്ള ടൈമാണ്. ആ ടൈമെന്ന് പറഞ്ഞാൽ ക്രൂശിതനായ ക്രിസ്തുവിനെയാണ് ഉദ്ദേശിക്കുന്നത്. ക്രൂശിതനായ ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിക്കാനുള്ള ടൈമാണ്.
ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന ദുഃഖ വെള്ളിയാഴ്ചയും നോൻപ് കാലത്തും മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ ക്ലേശകാലങ്ങളിൽ എന്തിനുള്ളതാണ്? ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ട് അവൻ്റെ കൂടെ ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പരിപാലനയുടെ ഭാഗമാണ്. ആ കാലങ്ങളിലെല്ലാം മറ്റുള്ളവരെ നമ്മൾ ആശ്വസിപ്പിക്കാൻ ചിലപ്പോൾ തിരക്ക് വരും, ചിലപ്പോൾ അറിഞ്ഞില്ലെന്ന് പറയും. അയ്യോ അങ്ങനെ സംഭവിച്ചോ, ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ, ഒന്ന് വിളിക്കാനും പാടില്ല, പിന്നെ വിളിച്ചാൽ ഇവർ വണ്ടി എടുത്ത് വരും. അതൊക്കെ വെറുതെ പറയണതാണ്. അത് ആവശ്യമില്ലാത്ത ഒരു പ്രാധാന്യം ആൾക്കാരെ കൊടുക്കുകയും ആവശ്യമില്ലാത്ത അവർ വന്നില്ല, തിരക്കില്ല, അന്വേഷിച്ചില്ല, പറഞ്ഞില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ മേക്കിട്ട് കയറി ഈ പഴയ മനുഷ്യനില്ലേ അതിൻ്റെ ചെയ്തികളോട് കൂടി നിങ്ങൾ ദൂരെ എറിയണം. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കൊളോസ്യോസ് 3:9-10 കൊളോസ്യോസ് 3 ഉടമ്പടിയിലുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്. ഉടമ്പടി നിന്ന് കത്തണമെങ്കിലുള്ള പരിപാടിയാണിത്. എന്താണ് കൊളോസ്യോസ് 3:9? പഴയ മനുഷ്യനെ അവന്റെ ചെയ്തികളോടുകൂടെ നിഷ്കാസനം ചെയ്യുവിൻ. സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിന്റെ പ്രതിച്ഛായയ്ക്ക് അനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. അപ്പോൾ സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്ക് നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യൻ ആരാണ്? ക്രിസ്തുവാണ്. ക്രിസ്തുവിനെ ധരിക്കാനാണ് പറയണത്. പഴയ മനുഷ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പഴയ മനുഷ്യൻ എന്ന് ഇപ്പം ഞാൻ പറഞ്ഞത്? ഇപ്പം നിങ്ങളൊരു കിടപ്പിലായിപ്പോയി, നിങ്ങൾ ആരെങ്കിലും തിരക്കാൻ നിങ്ങൾ പോയി അന്വേഷിക്കുകയും ബൈസ്റ്റാൻഡായിട്ട് പോയി അവർക്ക് രോഗമുണ്ടായപ്പോൾ ആശുപത്രിയിൽ പോയി നിൽക്കുകയും ചെയ്ത ആളായിരിക്കും നിങ്ങൾ. അവർ വരുമല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും നിങ്ങളിരിക്കണത്. ആരെല്ലാം വന്നാലും നിങ്ങൾക്ക് പ്രശ്നമില്ല. എന്താണ്? അവർ വന്നു പോയി, പക്ഷേ ഈ ആൾ വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ കണ്ണിൽ എണ്ണ ഒഴിച്ചിരിക്കുകയാണ്. ഈ പണ്ടാരം വരണ ചിലപ്പോൾ 2 ആഴ്ച കഴിഞ്ഞായിരിക്കും. അവർ നിങ്ങളെ മിണ്ടത്തുമില്ല, ഭക്ഷണം കഴിക്കത്തില്ല, പിന്നെ അവരോട് മേക്കിട്ട് കയറി. ഇതാണ് പഴയ മനുഷ്യൻ. പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോട് ദൂരെ എറിയുവിൻ എന്ന് ദൂരെ എറിഞ്ഞിട്ട് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്ക് നവീകരിക്കപ്പെട്ട ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിക്കുവിൻ. ഇനി ക്രിസ്തുവിനെ നേടാൻ വേണ്ടി എന്ത് ചെയ്യണം? സകലതും കുപ്പയായി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. ആ പാട്ട് നിനക്ക് പാടാം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. സകലങ്ങൾ മാറിപ്പോകും ഈ വേദനകൾ സാരമില്ലായി സകലങ്ങൾ മാറിപ്പോകും ഈ വേദനകൾ എൻ്റെ പേര് അഞ്ജു സിബി. അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ വരുന്നത് എറണാകുളം എടപ്പള്ളിയിൽ നിന്ന്. ഞാൻ ഉടമ്പടി എടുത്തത് 14/5/2022 ഞാൻ ഉടമ്പടി എടുക്കാൻ കാരണം എൻ്റെ അമ്മ 2019 ഉടമ്പടി എടുത്തതാണ്. അപ്പോൾ ഞങ്ങളോട് എപ്പോഴും പറയും, നിങ്ങൾ കൃപാസനത്തിലേക്ക് പോകണം, അമ്മയെ കാണണം, പ്രാർത്ഥിക്കണം എന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ വെക്കേഷനിൽ വീട്ടിൽ ചെന്നപ്പോൾ, എൻ്റെ വീട് തൃശ്ശൂരാണ്, ഞങ്ങൾ തൃശ്ശൂർ ചെന്നപ്പോൾ എൻ്റെ അമ്മ ഉടമ്പടി പുതുക്കാൻ പോകുന്ന ദിവസമായിരുന്നു അന്ന്. അപ്പോൾ എൻ്റെ ചേച്ചി ബാംഗ്ലൂരാണ്. ഞാനും എൻ്റെ ചേച്ചിയും അമ്മയും മക്കളും കൂടി അവിടെ നിന്ന് വണ്ടി വിളിച്ച് കൃപാസനത്തിലെത്തി. ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് ഞങ്ങൾ ഒരുങ്ങി. ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ കയറിയപ്പോൾ എൻ്റെ രണ്ടാമത്തെ മകന് നല്ല പനിയായിരുന്നു.
ഇവന് പനി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിക്സ് വരുന്നത് കൊണ്ട് ഉടമ്പടി എടുക്കണോ വേണ്ടേ എന്ന് രണ്ട് മനസ്സിലാണ് ഞാൻ നിന്നിരുന്നത്. പക്ഷേ അമ്മയോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ ഉടമ്പടി എടുക്കാനായി മുകളിലേക്ക് ചെന്നു. മകനെ പനി കാരണം വളരെയധികം കരച്ചിലും ബഹളവുമായതിനാൽ അവർ എനിക്ക് വേഗം കൗൺസിലിംഗ് ചെറുതായി ചെയ്ത് എന്നെ താഴത്തെ 6ാമത്തെ കൗണ്ടറിലേക്ക് വേഗം പൊക്കോന്ന് പറഞ്ഞു. ഞാൻ 6ാമത്തെ കൗണ്ടറിൽ ഇവിടെ ചെന്നപ്പോൾ അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഉടമ്പടി പത്രികയെ കുറിച്ച് എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഒരു ഫോം മാത്രമാണ് എൻ്റെ ഓർമ്മ. അതിനെക്കുറിച്ചിട്ടൊന്നും ഞാൻ അമ്മയോട് ചോദിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ആ ചേച്ചി എൻ്റെ കയ്യിൽ നിന്ന് ആ ഫോം മേടിച്ച് ഉടമ്പടി പത്രിക മേടിച്ച് അവിടെ വയ്ക്കുകയും ആ നിമിഷം അപ്പുറത്തേക്ക് വേറെ ചേച്ചി വിളിച്ചിട്ട് പോകുകയും ഇടയായി. എൻ്റെ മകന് പനി കാരണം എനിക്ക് അതൊന്നും ശ്രദ്ധിക്കാനായിട്ട് പറ്റിയില്ല. ഞാൻ മകനെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ആ സമയത്ത് ആ സ്ഥലത്ത് വേറൊരു ചേട്ടൻ വരികയും എൻ്റെ ഈ ഉടമ്പടി പത്രിക ചുരുട്ടി ബാസ്ക്കറ്റിലിടുകയും ചെയ്തു. എനിക്കതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ എന്നോട് ചോദിച്ചു, എന്താ ഇവിടെ നിൽക്കണേ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഇതാണ് ഫോം തരാൻ വേണ്ടി വന്നതാന്ന് പറഞ്ഞു. അപ്പോൾ എന്താന്ന് ചോദിച്ചു. അപ്പോൾ ആ ചേട്ടൻ പെട്ടെന്ന് ഓർമ്മ വന്നു. ആ ചേട്ടൻ ആകെ വിഷമായി. ആ ബാസ്ക്കറ്റിൽ നിന്ന് വേഗം എൻ്റെ ഉടമ്പടി പത്രിക ചുരുട്ടിയ പത്രം എനിക്ക് തരുകയും ആ പത്രം ഞാൻ നോക്കിയപ്പോൾ ഒരു പോറൽ പോലും ഏൽക്കാതെ, ഒരു കീറലോ ഒരു ചുളിവോ പോലും ഇല്ലാതെ എൻ്റെ കൈകളിൽ അത് കിട്ടുകയും ചെയ്തു. അന്ന് ആ പത്രം കീറിയിരുന്നെങ്കിൽ ഞാൻ ഉടമ്പടി എടുക്കാതെ മടങ്ങി പോകുമായിരുന്നു. അവിടെ ഉടമ്പടി എടുത്ത് തിരിച്ചു ഞാൻ വീട്ടിലേക്ക് ചെന്നപ്പോൾ എൻ്റെ മകനെ പനിയോട് പനി, തീ പൊള്ളുന്നത് പോലെ പനി, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും അന്നത്തെ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ ഇരുന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുകയും ചെയ്തു. 3 ദിവസം അവന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും 3-ാം ദിവസം ഡിസ്ചാർജായി ഞങ്ങൾ തിരിച്ച് എടപ്പള്ളിയിലേക്ക് വരികയും ചെയ്തു. അപ്പോൾ എൻ്റെ ഉടമ്പടി പത്രം ഞാൻ എൻ്റെ വീട്ടിൽ വെച്ച് മറന്നുപോയി. അതെടുക്കാൻ ഞാൻ മറന്നു. അതിനെക്കുറിച്ചിട്ടൊന്നും എനിക്ക് കൂടുതൽ അറിയില്ലായിരുന്നു. അപ്പോൾ എൻ്റെ പത്രം എൻ്റെ അമ്മയാണ് കൊടുത്തത്. അതിന് മുൻപേ എനിക്ക് ദുരിതങ്ങൾ വന്നു തരാൻ തുടങ്ങി. ദുരിതങ്ങളുടെ മേൽ ദുരിതങ്ങളായി. എൻ്റെ മോനെ വയ്യാതാവുകയും ഒരാഴ്ച കഴിഞ്ഞ് എൻ്റെ മകൾക്ക് വലിയൊരു രോഗം വരികയും ചെയ്തു. സ്കിൻ അലർജി മൂലം വളരെയധികം വിഷമിക്കാനിടയായി. ഭയങ്കര ചൊറിച്ചിലും മേത്ത് നിറച്ച് തരിതര പൊന്തുകയും ചെയ്തു. ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ 3-4 ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ അവൾക്കൊരു ലൈക്കം പ്ലാന്റിസം എന്ന രോഗമാണ് അവർ പറഞ്ഞത്. അവിടെ ചെന്ന് മരുന്ന് തരികയും ആ മരുന്ന് കഴിക്കുമ്പോൾ അവൾക്ക് തലവേദന വരികയും ആ മെഡിസിൻ കഴിക്കാതെ സ്കൂളിൽ പോകാൻ പറ്റണില്ല. ഭയങ്കര ചൊറിച്ചിൽ. സ്കൂളിൽ പോകുമ്പോൾ സോക്സ് ഇടുന്നത് കൊണ്ട് സോക്സ് ഇടുമ്പോൾ ഈ കാല് ചൊറിഞ്ഞു പൊട്ടുകയും വീട്ടിൽ വരുമ്പോൾ ആ ചൊറിച്ചിൽ മൂലം വളരെയധികം വിഷമിക്കുകയും കുളിക്കാനൊക്കെ ഞാൻ എടുത്തിട്ടാണ് അവളെ കൊണ്ടുപോയിരുന്നത്. അപ്പോൾ എനിക്ക് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ഈ നേർച്ച വസ്തുക്കൾ ഞാൻ അന്നൊന്നും ഉപയോഗിച്ചിരുന്നില്ല. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെയും അവൾക്ക് ചൊറിച്ചിൽ പിന്നെയും തുടങ്ങാൻ തുടങ്ങി. പിന്നെ ഞാനൊരു പേരിലെന്ന പോലെയാണ് ഉപ്പും തൈലൊക്കെ ഞാൻ ഉപയോഗിച്ചിരുന്നത്. എനിക്കതിനെക്കുറിച്ചൊന്നും കൂടുതൽ അറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി പുതുക്കാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ മുകളിലേക്ക് ഞാൻ ചെന്നു. അപ്പോൾ ഞാൻ നല്ല തിരക്കായിരുന്നു ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് നല്ല തിരക്ക് മൂലം താഴത്താണ് ഇരുന്നത്. ഞാൻ അവിടെ ഇരുന്നിട്ട് ഞാൻ ഉടമ്പടി പത്രം ഇരുന്ന് വായിക്കാൻ തുടങ്ങി. വായിച്ചു തുടങ്ങിയപ്പോൾ എന്നോട് ആരോ ഉള്ളിൽ നിന്ന് പറയുന്നുണ്ട്, അങ്ങോട്ട് നോക്ക് അങ്ങോട്ട് നോക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ച് അങ്ങോട്ട് നോക്കിയപ്പോൾ ഇവിടെ ഒരു സാക്ഷ്യം പറഞ്ഞൊരു മകൻ അവിടെ നിന്ന് വരുന്നത് കണ്ടു. അപ്പോൾ മാതാവിൻ്റെ ഉള്ളിലിരുന്നിട്ട് പറയാണ്, ആ മകനോട് നിൻ്റെ വിഷമം പറയുന്നുണ്ട്. ആ മകനെ ഞാൻ പിടിച്ചു നിർത്തി എൻ്റെ വിഷമങ്ങൾ ഞാൻ പറഞ്ഞു. അവൻ പറഞ്ഞു, അച്ഛനെ കാണണം ചേച്ചി, അച്ഛൻ സൈത്ത് പൂശിയ മാതാവ് ഇടപെടും, അച്ഛനിലൂടെ അമ്മ മാതാവ് ചേച്ചിയുടെ മോളുടെ അസുഖം മാറ്റി തരും എന്ന് പറഞ്ഞു. ഞാൻ ആ മകൻ്റെ അടുത്ത് നിന്ന് കരച്ചിലായിരുന്നു. അങ്ങനെ ആ മകൻ്റെ കയ്യിലിരുന്ന ഉടമ്പടി തൈലം എൻ്റെ മകളുടെ കാലിന്മേൽ പൂശുകയും ചെയ്തു. അങ്ങനെ ആ വിശ്വാസത്തിൽ ഞാൻ വീട്ടിലേക്ക് തിരിച്ചുപോയി. 1 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനെ കാണാൻ വേണ്ടി വന്നു. അച്ഛനെ കാണുമ്പോൾ അച്ഛൻ എൻ്റെ മോളെ എടുത്ത് അമ്മയുടെ അടുത്ത് കൊണ്ട് ചെന്ന് സൈത്ത് പൂശുകയും ഒരാഴ്ച കഴിഞ്ഞ് എൻ്റെ മകളുടെ കാലിമത്തെ ചൊറിച്ചിലും വിണ്ട് കീറുന്നൊരവസ്ഥയായിരുന്നു അവളുടെ കാലുമ്മ. അത് പരിപൂർണമായി ആ പൊറ്റ പൊളിഞ്ഞു പോന്ന് പുതിയൊരു തൊലി വരികയും ചെയ്തു. എൻ്റെ മകൾക്ക് രോഗസൗഖ്യം നൽകിയ അമ്മ മാതാവിന് നന്ദി പറയുന്നു. രണ്ടാമതായി എൻ്റെ കാലിൻ്റെ ഉപ്പിറ്റി വേദനയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഇടത്തെ കാലിൻ്റെ ഉപ്പിറ്റി വളരെയധികം വേദനയാൽ വിഷമിക്കുകയായിരുന്നു. ഉറങ്ങി എഴുന്നേറ്റ് അരമണിക്കൂർ കഴിയണം എനിക്ക് എഴുന്നേറ്റ് വരാനായിട്ട്. അത്രയും ശക്തമായ വേദനയിൽ ഞാൻ വിഷമിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് പള്ളിയിൽ ഞാൻ ഞായറാഴ്ചകളിൽ മാത്രം ഞാൻ പോയിരുന്നുള്ളൂ. അപ്പം എൻ്റെ ഉള്ളിൽ നിന്ന് നീ വിശുദ്ധ കുർബാനയ്ക്ക് പോകണം, നീ ഞാൻ ഈശോയെ സ്വീകരിക്കണം എന്നുള്ളൊരു ഉൾവിളി എനിക്ക് വരാൻ തുടങ്ങി. അന്ന് 2024 പുതുവർഷത്തിൽ 1-ാം തീയതി തന്നെ ഞാൻ പള്ളിയിൽ പോകുകയും പള്ളിയിൽ പോയി ഞാൻ പള്ളിയിൽ കുർബാനയ്ക്ക് ഞാൻ കൂടുന്നുണ്ടെങ്കിലും ഞാൻ ഏതോ ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്.
ഈശോയെ സ്നേഹിക്കണോ പ്രാർത്ഥിക്കണോ ഒന്നും എനിക്കറിയുന്നില്ല ആ സമയത്ത്. പക്ഷെ ഞാൻ ഈശോയെ സ്വീകരിച്ച് 2-3 ദിവസം സ്വീകരിക്കുമ്പോൾ എനിക്ക് ഉള്ളിലൊരു വൈബ്രേഷൻ അനുഭവപ്പെടാൻ തുടങ്ങി. ഈശോ ഒരു തേങ്ങണ പോലെ എൻ്റെ ഉള്ളിൽ നിറയുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ ഞാനിതെന്താ എനിക്കിങ്ങനെ സംഭവിക്കണേ? ഒരാഴ്ച കഴിഞ്ഞിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതാരോട് പറയും, എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുന്നില്ല. അങ്ങനെ ഞാൻ കുമ്പസാരിക്കാൻ പോയപ്പോൾ അച്ഛനോട് പറഞ്ഞപ്പോൾ കുമ്പസാരക്കുട്ടിയിൽ നിന്ന് അച്ഛൻ പറഞ്ഞു, അതൊക്കെ സ്വാഭാവികമാണ്, അങ്ങനെയൊക്കെ സംഭവിക്കും, അതൊന്നും വലിയ കാര്യമൊന്നുമല്ല എന്ന് എന്നോട് അച്ഛൻ പറഞ്ഞു, കുമ്പസാരത്തിലുള്ള അച്ഛൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്ത് അച്ഛൻ ഇങ്ങനെ പറയണത്? അപ്പോൾ എൻ്റെ ഉള്ളിലെന്ന് പറഞ്ഞു, നീ എന്തിനു മറ്റുള്ളവരോട് ചോദിക്കണം, നീ എൻ്റെ വചനമെടുത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളൊരു ബോധ്യം എനിക്ക് വന്നു. അങ്ങനെ ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി മനസ്താപകരണം ചൊല്ലി ഞാൻ വചനമെടുത്ത് പ്രാർത്ഥിച്ചു. അപ്പോൾ ഈശോ എന്നോട് സംസാരിക്കുന്ന വചനം എനിക്ക് കിട്ടി. സങ്കീർത്തനങ്ങൾ 50 കൃതജ്ഞതയായിരിക്കട്ടെ നിൻ്റെ യഥാർത്ഥ ബലി. ഈശോ എന്നോട് സംസാരിക്കുന്നു, ഈശോ വരുന്നു എന്നുള്ള വചനങ്ങൾ ആ തിരുവചനത്തിലൂടെ എനിക്ക് വായിക്കാൻ സാധിച്ചു. പിന്നെ എനിക്ക് ആരോടും ഒന്നും ചോദിക്കേണ്ടി വന്നില്ല. ഈശോ എൻ്റെ കൂടെയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അമ്മയുടെ മാധ്യസ്ഥത്താൽ ഈശോ എന്നോട് സംസാരിക്കുന്ന എനിക്ക് തിരിച്ചറിയാൻ തുടങ്ങി. അന്നു മുതൽ ഇന്നുവരെ ഒരു വിശുദ്ധ ബലിയിലും ഞാൻ പങ്കെടുക്കാതിരുന്നിട്ടില്ല. ഈശോയെ സ്നേഹപൂർവ്വം സ്നേഹത്തോടെ ഞാൻ സ്വീകരിക്കാൻ തുടങ്ങി. അങ്ങനെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനുള്ള വലിയൊരു അനുഗ്രഹം അമ്മ മാതാവിൻ്റെ മധ്യസ്ഥയിലെ ഈശോ എനിക്ക് തന്നു. 3-മതായിട്ട് എൻ്റെ മകൻ്റെ സാക്ഷ്യമാണ്. എൻ്റെ മകന് ഇപ്പോൾ 6 വയസ്സായി. 2023 അവന് പല്ല് ചെറുപ്പത്തിൽ വരുന്നുണ്ടായിരുന്നു. ഫ്രണ്ടിൽ അവന് പല്ലില്ലായിരുന്നു, താഴത്ത് മാത്രം അവന് പല്ലുള്ളൂ. അവന് ഭക്ഷണം കഴിക്കാനൊക്കെ ഒരുപാട് നേരം വേണം. അവന് ഫ്രണ്ടിലെ പല്ല് ഒന്ന് ചവയ്ക്കാൻ പോലും പറ്റാണ്ട് വളരെ വിഷമത്തിലായിരുന്നു. അന്നൊന്നും ഞങ്ങളത് മൈൻഡ് ചെയ്തിരുന്നില്ല. പിന്നെ എനിക്ക് തോന്നി ഫ്രണ്ടിൽ പല്ല് ആവശ്യമാണല്ലോ. എൻ്റെ മോൻ ചിരിക്കുമ്പോൾ എൻ്റെ മകന് ഫ്രണ്ടിൽ പല്ലില്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അങ്ങനെ ഞാൻ അച്ഛനെയൊക്കെ 9-ാമത്തെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ, ഇപ്പം എൻ്റെ 9-ാമത്തെ ഉടമ്പടിയിലാണ് ഞാൻ നിൽക്കുന്നത്. 9-ാമത്തെ ഉടമ്പടി ഞാൻ നിൽക്കാൻ വന്നപ്പോൾ അച്ഛനെ കാണുകയും അച്ഛൻ എൻ്റെ മകൻ്റെ കവളിലും അവനെ പല്ല് വരാത്ത ഭാഗങ്ങളിലും സൈത്ത് പൂശി പ്രാർത്ഥിക്കുകയും ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മകൻ വന്ന് എന്നോട് പറഞ്ഞു, അമ്മേ എൻ്റെ പല്ല് പറഞ്ഞു, എൻ്റെ കയ്യിലെടുത്ത് കാണിച്ചു തന്നു. കുറ്റിയായിരുന്ന പല്ല് അവൻ്റെ 2 പല്ലും എൻ്റെ കൈകളിലേക്ക് അവ എടുത്തു കൊണ്ടുവന്നു. അങ്ങനെ ആ പല്ല് കുറ്റിയായിരുന്ന പല്ലുകാർ പറഞ്ഞു പോകത്ത് കൊണ്ട് അവന് പുതിയ പല്ല് വരുന്നില്ലായിരുന്നു. 2-ാമത്തെ ദിവസം ആ പല്ലും കൊണ്ടുവരികയും 3-ാമത്തെ ദിവസം അവന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവനെ പുതിയ പല്ല് ഫ്രണ്ടിൽ വരികയും ചെയ്തു. അതിന് അമ്മയോട് തീരാത്ത നന്ദി പറയുന്നു. 4-മതായിട്ട് എൻ്റെ ഹസ്ബൻഡിന് ജോലി സംബന്ധമായിട്ടുള്ള കാര്യമാണ്. എൻ്റെ ജീവിത പങ്കാളിക്ക് സ്ഥിരമായിട്ടൊരു ജോലി എന്ന് പറയാനായിട്ട് ജോലി ഇലക്ട്രീഷ്യനാണ് ആൾക്ക്. അപ്പോൾ ഫ്രീലാൻസൊക്കെ ആയിട്ടാണ് പോയിരുന്നത്. വളരെയധികം വിഷമത്തിലായിരുന്നു. ഹസ്ബൻഡിൻ്റെ അമ്മ ഒരു ഗവൺമെൻറ് ജോലിയാണ്. അപ്പോൾ എപ്പോഴും പറയും, നിൻ്റെ ജോലി എന്തിങ്ങനത്തെ, നല്ലൊരു ജോലി ഇല്ല നിനക്ക്, അങ്ങനെ ഒരു അധിക്ഷേപം പോലെ ആയിരുന്നു. അപ്പോൾ ഞാൻ 2-ാമത്തെ ഉടമ്പടിയിൽ ഞാൻ വെച്ചിരുന്നു അമ്മയുടെ അടുത്ത്, അമ്മേ എൻ്റെ ജീവിത പങ്കാളിക്ക് ഒരു ഗവൺമെൻറ് ജോലി കൊടുക്കണമെന്ന്. അത് എനിക്ക് പറയാനായിട്ട് അർഹതയുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ വെക്കുകയാണ്. എൻ്റെ ജീവിത പങ്കാളിക്ക് ഒരു നല്ലൊരു ഗവൺമെൻറ് ജോലി കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. 2 കഴിഞ്ഞു 3 കഴിഞ്ഞു. 9-ാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോൾ എനിക്ക് മാതാവിനെ പ്രദക്ഷിണം വയ്ക്കാനായിട്ട് ഒരു അവസരം കിട്ടി. അങ്ങനെ കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് ചെന്നപ്പോൾ ഞങ്ങളുടെ തിരുനടയിൽ എൻ്റെ ജീവിത പങ്കാളിക്ക് ഗവൺമെൻറ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു ഇൻ്റർവ്യൂ കാർഡ് വരികയും 30-ാം തീയതി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. ഇത് അപ്പോയിൻമെൻ്റ് ഓർഡറാണ് എൻ്റെ ജീവിത പങ്കാളിയുടെ. തിങ്കളാഴ്ച മുതൽ എൻ്റെ ജീവിത പങ്കാളി അവിടെ ജോലിയിൽ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. അതിനെ അമ്മ മാതാവിന് തിരുക്കുമാരന് നന്ദി പറയുന്നു. നല്ല 5-ാമത്തെ എൻ്റെ സാക്ഷി എന്ന് പറയുന്നത് എനിക്കൊരു ജോലിയായിരുന്നു. എനിക്ക് എന്നെ ജോലിക്ക് വിടാനായിട്ട് എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടമില്ല. കാരണം മക്കൾ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ വീട്ടിൽ ആരും ഉണ്ടാവില്ലല്ലോ. ഹസ്ബൻഡിന് അമ്മ ഉണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണ പോലെ ആയിരിക്കില്ലല്ലോ എന്നുള്ളൊരു വിഷമമായിരുന്നു ജീവിത പങ്കാളിക്ക്. അപ്പം ഞാൻ പോയാൽ മതി, നീ ഒന്നിനും പോകണ്ട, വീട്ടിലിരുന്നാൽ മതി എന്നുള്ളൊരു ഭാവമായിരുന്നു ചേട്ടന്. എനിക്ക് അന്ന് മുതൽ ഞാൻ വിഷമിക്കുമായിരുന്നു. ദൈവമേ, എനിക്ക് എന്തെങ്കിലും ജോലി വീട്ടിലിരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു വർക്ക് മാതാവ് എനിക്ക് തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഞാൻ ഒരു മെസ്സ് പോലെ തുടങ്ങി. ഹോസ്റ്റലിലത്തെ മക്കൾക്ക് ഫുഡ് കൊടുക്കാനായിട്ട് ഞാൻ തുടങ്ങുകയാണ്. 4 പേർക്ക് അമ്മോട് ഞാൻ ചോദിച്ചത്, അമ്മ ഒരു 5 പേരുണ്ടെങ്കിൽ എനിക്ക് തരണം, എനിക്ക് ഫുഡ് കൊടുക്കാനായിട്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് 20 പേർക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് അമ്മേനെ എനിക്ക് ലഭിച്ചു. ആ ഭക്ഷണം കൊണ്ട് എനിക്ക് ഇപ്പം ആരോടും ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഇപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ ഭക്ഷണം ആക്കുമ്പോൾ ആ ഭാഗത്തേക്ക് വരികയില്ല. കാരണം ഒന്നും പറയാനായിട്ട് എൻ്റെ അമ്മയുടെ ഈശോ അടച്ചു. കാരണം ഞാൻ അധ്വാനിച്ച് കിട്ടുന്ന വരുമാനം കൊണ്ട് എനിക്ക് എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ജോലി ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനമ്മയോടും ഈശോയോടും തിരുക്കുമാരനോടും 1000 നന്ദി പറയുന്നു. പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത്
ആദ്യമൊക്കെ പത്രം കൊടുക്കാനായിട്ട് എനിക്ക് മടിയായിരുന്നു. കാരണം ആദ്യത്തെ ഉടമ്പടി എടുത്തപ്പോൾ ആദ്യത്തെ പത്രം എൻ്റെ അമ്മയാണ് കൊടുത്തത്. പിന്നെ ഞാൻ അപ്പം അമ്മ പറയും പത്രം കൊടുത്തോളോ, പത്രം കൊടുക്കാതിരിക്കുമോ എന്ന് പറയും. അങ്ങനെ പിന്നെ എനിക്ക് പത്രം കൊടുക്കാൻ ഒരു ചെറിയ മടിയൊക്കെ ആയിരുന്നു. അപ്പോൾ മാതാവിനോട് പറഞ്ഞു, അമ്മേ എനിക്ക് പത്രം കൊടുക്കാൻ ഒരു ചമ്മൽ വരുന്നുണ്ട്, ആ ചമ്മലിൽ നിന്ന് എന്നെ മാറ്റണമേ. അപ്പോൾ ഞാൻ പത്രം എടുക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ ഇത് ഞാൻ പത്രപ്രേഷണപ്പെടുത്തം ചെയ്യാൻ പോവുകയാണ്. ഇത് വായിക്കുന്നവർ അമ്മയുടെ അവരുടെ സങ്കടകാലത്ത് അമ്മയെ അറിയുവാനും ഈശോയെ അറിയുവാനും എന്നെ അഭിഷേകം ചെയ്യണമേ. അതിലൂടെ എന്നെ ഈശോയുടെ സാക്ഷിയാക്കി ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ പത്രം വായിക്കുന്നവരെ അവരുടെ വിഷമങ്ങൾ അറിഞ്ഞ് അമ്മയെ അറിയുവാനും അമ്മയെ സ്നേഹിക്കുവാനും ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ പത്രം കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അമ്മയോട് പറയും, അമ്മേ അപ്പോൾ ഓരോ പള്ളികളിൽ പത്രങ്ങൾ ഓരോ മക്കളും ഓരോ കെട്ടുകിടക്കാനാണ് പത്രങ്ങൾ കൊണ്ടുവച്ച് പോകുന്നത്. അപ്പോൾ ഞാൻ ആ പത്രങ്ങളൊക്കെ എടുത്ത് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഞാനൊക്കെ പത്രങ്ങൾ വെച്ചാലും ഞാനത് എടുക്കുന്ന അമ്മയോട് അവിടെ ഇരുന്നിട്ട് പറയാൻ തുടങ്ങി. അപ്പോൾ ഓരോരോ വ്യക്തികളായിട്ട് അവിടെ കൊണ്ടുവയ്ക്കാൻ തുടങ്ങി. അതേപോലെ തന്നെ ഞാൻ ഓരോ മക്കളുടെ കൈകളിലേക്ക് കൊടുക്കുകയും കൂടുതലായിട്ട് ഞാൻ ഹോസ്റ്റലുകളിലാണ് കയറി കൊടുക്കുന്നത്. കാരണം ഇവിടുത്തെ യുവതലമുറ ഇപ്പോൾ ഈശോയെ അമ്മയെ തിരിച്ചറിയണം, അവരാണ് അറിയേണ്ടത്. അവരറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകം തന്നെ മാറി മറിയും. കാരണം ഇപ്പോൾ ഒരുപാട് ഹോസ്റ്റലുകളിൽ ഓരോ മക്കളും ഈശോയെ അറിഞ്ഞ് ജീവിക്കാനായിട്ട് ഇടവരുത്തണമെന്ന് ഞാൻ പ്രാർത്ഥിച്ച് ഓരോ ഹോസ്റ്റലുകളിൽ ഞാൻ ചെന്ന് ഓരോ മക്കൾക്ക് കുറേയൊക്കെ പിള്ളേർ വേണ്ട ചേച്ചി ഇതെന്തിനാണ് അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറയും. പക്ഷേ ഞാൻ അതിനൊന്നും മുതിരാതെ നമ്മുടെ വിഷയങ്ങൾ നമ്മുടെ അനുഭവങ്ങൾ അവരോട് പറഞ്ഞ് ഈശോയെ അമ്മയെ നീ അറിയണമെന്ന് പറഞ്ഞ് അവർക്ക് കൊടുക്കുകയും അവരത് സന്തോഷപൂർവ്വം ചിലരൊക്കെ നിരസ്കരിക്കും, എന്നാലും അവരത് വായിച്ച് അവർ ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യാനായിട്ട് ഇടവന്നിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കാറുണ്ട്. വിശുദ്ധ കുർബാന ഞായറാഴ്ചകളിൽ മാത്രമേ ഞാൻ പോകാറുള്ളൂ. പക്ഷേ ഇപ്പോൾ ഞാൻ ഉടമ്പടി എടുത്ത് 2024 മുതൽ ഞാൻ ഈശോയെ അറിയാനും സ്നേഹിക്കാനും തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ ഒരു ദിവസം പോലും ഞാൻ വിശുദ്ധ കുർബാന മുടങ്ങിയിട്ടില്ല. വിശുദ്ധ കുർബാന മുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വിശുദ്ധ കുർബാനയ്ക്ക് പോയില്ലെങ്കിൽ വളരെയധികം വിഷമമാണ്. അന്നത്തെ ദിവസം തന്നെ വളരെയധികം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതേപോലത്തെ ഒരു അവസ്ഥയാണ്. അതുപോലെ തന്നെ 5:30 അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറയുന്ന ഓരോ വചനങ്ങൾ ഞാൻ എഴുതി പ്രാർത്ഥിക്കുകയും ആ വചനത്തിലൂടെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അച്ഛൻ ഇവിടെ ആരാധനയിൽ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഞാൻ ആ പ്രാർത്ഥനകളൊക്കെ ഡയറിയിൽ എഴുതി വെച്ച് ആ പ്രാർത്ഥനയും ആ 5:30 പ്രാർത്ഥനയോടൊപ്പം ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യൂ. അതുപോലെ തന്നെ അച്ഛൻ്റെ മരിയൻ ഉടമ്പടി ധ്യാനം നമ്മൾ കൂടിയില്ലെങ്കിൽ ഉടമ്പടി എടുത്ത് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കില്ല. കാരണം അച്ഛൻ്റെ ഓരോ ഉടമ്പടി ധ്യാനത്തിലുമുണ്ട് ഉടമ്പടിയിൽ നമ്മളെങ്ങനെ ജീവിക്കണം എന്നുള്ളത്. എൻ്റെ വീട്ടിൽ എനിക്ക് ഒരു ചെറിയ TV ആയിരുന്നു, ഒരു 18 ഇഞ്ചിൻ്റെ TV. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഒരു 12 വർഷമായി, 9 വർഷമായിട്ട് ഒരു 18 ഇഞ്ചിൻ്റെ TV ആയിരുന്നു. അപ്പോൾ എനിക്ക് ഇവിടെ ഇരുന്ന് കൂടാനായിട്ടുള്ളൊരു ആഗ്രഹം സാധിക്കാത്തത് കൊണ്ട് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കാറുണ്ട്, അമ്മേ എനിക്ക് നല്ല വലുതായിട്ട് എൻ്റെ അമ്മേനെ കണ്ട് എനിക്ക് ധ്യാനം കൂടണമെന്ന്. അപ്പോൾ എനിക്കത് സാധിക്കുമോ? അപ്പോൾ ഞങ്ങളുടെ TV ആണെങ്കിൽ 18 ഇഞ്ചിൻ്റെ TV ആയതുകൊണ്ട് അതധികം ക്ലിയർ അല്ല, കുറച്ച് കൊല്ലമായല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ബട്ടണൊക്കെ ഒന്ന് പിടിച്ച് അമർത്തണം, അതൊന്ന് ഓൺ ചെയ്യാനായിട്ട്. എനിക്ക് ആഴ്ചയിൽ തിങ്കളും ചൊവ്വയും മാത്രം മതി, വേറൊരു ദിവസങ്ങളും വേണ്ട എന്നുള്ള സന്തോഷമാണ് എനിക്കിപ്പോൾ. കാരണം തിങ്കളാഴ്ചയിൽ അച്ഛൻ്റെ 7:30 സാന്ത്വന അഭിഷേകാഗ്നി, ചൊവ്വാഴ്ചകളിലെ 11:30 മരിയൻ ഉടമ്പടി ധ്യാനം, അത് കണ്ട് മാത്രം മതി. ആഴ്ചയിൽ വേറൊരു ദിവസം ഉണ്ടാവരുതെന്ന് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത്. കാരണം അത് കാണാനും കേൾക്കാനുമുള്ള ആകാംക്ഷയോടെയാണ് ഇരിക്കുന്നത്. അങ്ങനെ TV ഈ ഓൺ ചെയ്യുന്ന സമയം കൊണ്ട് ധ്യാനം പകുതിയാവും. അപ്പോൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കും, അമ്മേ ഇത് കുത്തി എൻ്റെ കൈ വേദന എടുത്ത് തുടങ്ങി, അമ്മ ഇതിലൊരു തീരുമാനം എനിക്ക് കാണിച്ചു തരണേട്ടോ അമ്മേ, എനിക്ക് വയ്യ ഇത് കുത്താനായിട്ട്. കുത്തുമ്പോൾ ഈ ധ്യാനം മുഴുവൻ പകുതിയാവും എന്ന് പറയും. മൊബൈൽ കാണാൻ എനിക്ക് ഇഷ്ടമില്ല. കാരണം മൊബൈൽ കണ്ടു കഴിയുമ്പോൾ പിള്ളേരുണ്ടാവില്ല, സ്കൂളിൽ പോകും, ഉണ്ടെങ്കിൽ തന്നെ തട്ടിപ്പറിക്കാൻ വരും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഓരോ ന്യൂസുകൾ ഓരോ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ വരുന്നത് കൊണ്ട് എനിക്കത് കാണാൻ ഇഷ്ടമില്ല ഇപ്പോൾ മൊബൈലിൽ. അങ്ങനെ അന്ന് വൈകുന്നേരം TV മേടിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു മനസ്സിൽ. പക്ഷെ അന്ന് വൈകുന്നേരം 42 ഇഞ്ചിൻ്റെ TV കൊണ്ടാണ് ഹസ്ബൻഡ് എൻ്റെ വീട്ടിലേക്ക് വന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ മാതാവിന് ഈശോയും ഇവിടെ ഈ ധ്യാനം കൂടുന്ന സ്ഥലത്തിരുന്ന് ഈ കൃപാസനത്തിലിരുന്നു കൊണ്ട് തന്നെ നിന്ന് കാണുന്നത് പോലെയാണ് എനിക്ക് ആ TV കാണാൻ സാധിക്കുന്നത്. അമ്മയെ കെട്ടിപ്പിടിച്ച് TVയോട് ചേർന്ന് ഞാൻ ആരാധന കൂടുന്നത്. തിരുസന്നിധിയിൽ നിന്നുകൊണ്ട് ഈശോയെയും അമ്മയെയും കെട്ടിപ്പിടിച്ചിട്ടാണ് ഞാൻ രോഗസൗഖ്യ പ്രാർത്ഥനയിൽ TVയുടെ അടുത്ത് നിന്ന് അച്ഛൻ രോഗസൗഖ്യ പ്രാർത്ഥന വയ്ക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ മാറി നിന്നിട്ടാണ് ഞാൻ ആ ധ്യാനം കൂടുന്നത്. ദിവ്യകാരുണ്യം കാണിക്കുമ്പോൾ അങ്ങോട്ട് മാറുകയും അച്ഛൻ കൈ സ്പർശിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് മാറി നിൽക്കുകയും ചെയ്തിട്ടാണ് ഞാൻ ധ്യാനം കൂടുന്നത്. അങ്ങനെ ഒരു വലിയൊരു
സന്തോഷം എനിക്ക് എൻ്റെ അമ്മ തന്നു. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ. നമ്മൾ പുതിയ സൃഷ്ടിയാകുമ്പോൾ എൻ്റെ ഭവനത്തിലെ പുതിയ ഉപകരണങ്ങൾ വരെ പുതിയതാവാൻ തുടങ്ങി. ഫ്രിഡ്ജായാലും TV ആയാലും വാഷിംഗ് മെഷീൻ ആയാലും അങ്ങനെ പുതിയ സാധനങ്ങൾ അമ്മ നമ്മുടെ ഭവനത്തിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. അത്ര നന്ദി പറഞ്ഞാൽ അമ്മയോട് തീരില്ല. അമ്മയെ മുറുക്കി പിടിച്ചുകൊണ്ട് ഞങ്ങളോട് ജീവിക്കാനാണ് എനിക്ക് ആഗ്രഹം. നിത്യത വരെ അമ്മയോട് കൂടെ ചേർന്ന് നിൽക്കുവാനായിട്ട് ഞാനും എൻ്റെ കുടുംബവും അമ്മയോട് അപേക്ഷിക്കുന്നു. അമ്മയെ എത്ര സ്നേഹിച്ചാലും മതി വരില്ല. അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു.